അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണിൽ കാണുന്ന അത്ഭുതങ്ങളെയെല്ലാം ആരാധനായി കണ്ടിരുന്ന ഒരു ജനതയെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രബോധനം തുടങ്ങിയത്. അന്ധമായ വിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടന്ന അവരുടെ മനസ്സിനെ ചിന്തിപ്പിക്കാൻ ഇതിനായി അവർ ആരാധിച്ചിരുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എന്നിവയെ തന്നെ മഹാനവറുകൾ ഉദാഹരണമാക്കി. ആകാശലോകത്തെ വിസ്മയങ്ങൾ അസ്തമിക്കുന്നവയാണെന്നും ഇവയുടെയൊക്കെ സൃഷ്ടാവായ അല്ലാഹു കാലാകാലം നിലകൊള്ളുന്നവയാണെന്നും മഹാനവറുകൾ അവരെ പറഞ്ഞു മനസ്സിലാക്കിച്ചു. ഈ ചരിത്രപരമായ പ്രബോധനത്തിലേക്ക് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين. ഒരു രാത്രി ഇരുട്ട് പടർന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആകാശത്തിൽ ഒരു നക്ഷത്രത്തെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഇതാണോ എന്റെ രക്ഷിതാവ്? എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ആ നക്ഷത്രം അസ്തമിച്ചു പോയി. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മറഞ്ഞു പോകുന്ന ഒന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. അടുത്ത ദിവസം ചന്ദ്രൻ ഉദിച്ചു. അതിന്റെ പ്രകാശം വളരെ മനോഹരമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇതാണോ എന്റെ രക്ഷിതാവ്? എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ചന്ദ്രനും അസ്തമിച്ചു മറഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എന്നെ വഴികാട്ടിയില്ലെങ്കിൽ ഞാൻ വഴിതെറ്റി പോയ ഒരാളായി തീരും. فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون. അടുത്തതായി സൂര്യൻ ഉദിച്ചു. അത് ചന്ദ്രനെയും നക്ഷത്രത്തെക്കാളും വളരെ വലുതായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇതാണോ എന്റെ രക്ഷിതാവ്? ഇത് തന്നെയല്ലേ ഏറ്റവും വലുത്? ജനങ്ങളെല്ലാവരും ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം സൂര്യനും അസ്തമിച്ച് മറഞ്ഞുപോയി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ ആരാധനയിൽ പങ്കുചേർക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നും എനിക്ക് യാതൊരുവിധ പങ്കുമില്ല. ഇങ്ങനെ ഏറ്റവും വലുതായി തോന്നിക്കുന്ന സൂര്യൻ പോലും അസ്തമിച്ച് മറഞ്ഞു പോകുന്നവയാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു ആരാധ്യൻ ഒരിക്കലും മറയാത്തവനാണെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ പിന്നെ ആരാവണം റബ്ബ്? അപ്പോൾ പിന്നെ ആരാവണം റബ്ബ്? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്. മൻഹു അല്ലാഹ്, ആരാണ് അല്ലാഹ്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചതും എനിക്ക് ശരിയായ വഴി കാണിച്ചു തന്നതും അല്ലാഹു ആണ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തരുന്നതും ദാഹിക്കുമ്പോൾ വെള്ളം തരുന്നതും അല്ലാഹു ആണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് അസുഖം വരുമ്പോൾ എന്നെ ചികിത്സിക്കുന്നത് അല്ലാഹു ആണ്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ,
ഒരു ദിവസം എന്നെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹു ആണ്. അള്ളാഹു ഏറ്റവും ശക്തനാകുന്നു, അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. അള്ളാഹു ഏറ്റവും ശക്തനാകുന്നു, അവനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അല്ലാഹു റബ്ബുൽ കൗകബ്, നക്ഷത്രത്തിന്റെ റബ്ബ് അള്ളാഹു ആണ്. അല്ലാഹു റബ്ബുൽ ഖമർ, ചന്ദ്രന്റെ റബ്ബ് അള്ളാഹു ആണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവലോകങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ്. റബ്ബുനല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, എന്റെ റബ്ബ് അള്ളാഹു മാത്രം, അവനാരും പങ്കാളികളില്ല. എന്നാൽ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. വജ്ജഹ്തു വജ്ഹിയ, എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു. ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനിലേക്ക്. ഹനീഫൻ മുസ്ലിമൻ, നേർവഴിയിൽ ഉറച്ചു നിന്ന അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അവനിൽ പങ്കു ചേർക്കുന്നതിനുമല്ല. ഇന്ന സ്വലാത്തി വനുസുകി, നിശ്ചയം എന്റെ നിസ്കാരവും മറ്റു ആരാധനകളും. വമഹിയായ വമമാതി, എന്റെ ജനനവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹു, അവനൊരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു, അങ്ങനെ ചെയ്യുവാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. വാന മിനൽ മുസ്ലിമീൻ, ഞാനും മുസ്ലിമുകളിൽ ഒരാളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. മാഷാ അല്ലാ, മാഷാ അല്ലാ, ജസാക്കല്ലാഹ്.